ഹായ് എവരിവൺ, വെൽക്കം ടു hayaz വേൾഡ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എന്തായാലും ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ പാചകക്കാരിൽ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി മെത്തേഡാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്, ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണിയിലേക്ക് നമ്മുടെ 1.5 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ പാത്രത്തിൻ്റെ അളവിൽ 3 തവണയാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഈ അരി നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് സൈസിൽ നമ്മുടെ പാകം ചെയ്ത് വരുമ്പോൾ നല്ലൊരു സൈസിൽ നമ്മുടെ അരി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അർഫ മസാല, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു വലിയ കോഴിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവോളയാണ്. സവോള ഒരു 8 എണ്ണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 8 എണ്ണം, ക്യാരറ്റ് വലുതൊന്ന് ഒക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം നമ്മുടെ സവാളയിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം നമ്മുടെ സവാള നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഏകദേശം റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ പീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ പീസായിട്ടാണ് നമ്മുടെ ചിക്കന് പൊരിക്കാൻ നമ്മൾ ബിരിയാണിയിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മസാല അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഏകദേശം കൃത്യ അളവിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കൂടുതലും മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം നമ്മുടെ കൃത്യ അളവിൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് മസാല നോക്കാം. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മുടെ മുളക് നമ്മൾ ഏകദേശം ഒരു 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൂടുതൽ മുളകും അതുപോലെ കുരുമുളകുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. മുളക് പൊടിയുടെ അളവ് നമുക്ക് വളരെ കുറവാണ്. കൂടുതൽ ഈ കുരുമുളകും പച്ചമുളകാണ് നമ്മുടെ ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിയിൽ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 3/4 ടേബിൾ സ്പൂൺ നമ്മുടെ ക്യാരറ്റ് ഒരു ചെറിയ സൈസിൽ നമ്മളാക്കിയിട്ടുള്ളത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തൈര് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, കുരുമുളക് 2 ടേബിൾ സ്പൂൺ, ബിരിയാണി മസാല 3 ടേബിൾ സ്പൂൺ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെ ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ അറിയാം. മസാലയുടെ ടേസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ മസാലയുടെ അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മസാല വളരെ നല്ല രീതിയിൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ആ മസാലയും കൂടി നന്നായിട്ടൊന്ന് ചേരും. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം.
ഈ സമയം കൊണ്ട് നമ്മുടെ അരിയുടെ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. അത് ഏകദേശം അരി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അരി പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ 90% അപ്പോൾ നമ്മുടെ കുക്കായിട്ടുണ്ട് നമ്മുടെ റൈസ്. അപ്പോൾ നമുക്കിതിലേക്ക് മാറ്റാം. ബാക്കി നമ്മുടെ ദമ്മിൽ ആയിട്ട് നമ്മൾ ബിരിയാണി പെട്ടെന്ന് കുക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ റൈസ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണി മിക്സ് ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് ബിരിയാണി റൈസ് കഷ്ണങ്ങളായിട്ട് പോവും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ റൈസ് നമ്മുടെ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഈസി മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ലെയറൊന്നും ആക്കുന്നില്ല. ഒറ്റ ലെയറിൽ തന്നെ റൈസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് കൃത്യ അളവിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പ് പുതിനയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം ക്യാരറ്റ് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മളൊന്ന് നെയ്യിൽ തൂമിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടോപ്പ് മൂടി ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ദമ്മിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വെക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈസി മെത്തേഡിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ രീതിയിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഈ ബിരിയാണിക്കൊപ്പം നമുക്ക് ഒരു നല്ല തേങ്ങ കുത്ത് ചമ്മന്തി, തേങ്ങ മിക്സിയിലിട്ടിട്ടുള്ളതല്ല, തേങ്ങ കുത്ത് ചമ്മന്തിയും കൂടി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഒരു തേങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ചെറിയുള്ളി, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എന്നൊക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് ഉരലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ എരിവ് കുറച്ച് കൂടുതലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒന്നുകൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്ത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ചമ്മന്തി നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റിൽ കോമ്പിനേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ പപ്പടം കൂടി റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. നല്ല ഗുണ്ടുമണിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പപ്പടം. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ബിരിയാണിയുടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ബിരിയാണിയുടെ. അപ്പോൾ നമുക്ക് ബിരിയാണി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നമ്മുടെ ബിരിയാണി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മുടെ റൈസ് മാത്രം മാറ്റിയെടുക്കുകയാണ്. മുകളിൽ നമ്മുടെ മസാല കൂടി ആക്കിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചിക്കൻ ബിരിയാണിയുടെ. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസ് ഇതേ അളവിൽ നിങ്ങൾക്ക് ചേർത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹയാസ് വേൾഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വാച്ചിങ് അവർ ചാനൽ.